ഇന്ന് ഏറ്റവും പ്രതീക്ഷ എന്ന് പറയുന്നത് ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ്. അനീഷ് പറഞ്ഞതുപോലെ കൂടുതൽ യന്ത്ര സാമഗ്രികൾ മലയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതോടെ അവിടെ നിന്നും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയുള്ള പരിശോധന വേഗത്തിലാകും എന്നുള്ളതാണ്. അതിനടിയിൽ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ള വിവരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയൊക്കെ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റിയുള്ള പരിശോധനയ്ക്ക് ചെറിയ ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. അത് ഇന്ന് കൂടുതൽ വേഗത്തിലാകും എന്നുള്ളതാണ്. നമുക്കറിയാം, ബെയിലി പാലം സൈന്യത്തിൻ്റെ ഒരു താൽക്കാലിക പാലം നിർമ്മാണമാണ്. ബെയിലി പാലത്തെ സംബന്ധിച്ചിടത്തോളം 190 അടിയാണ് ചൂരൽമലയിൽ നിർമ്മിക്കുന്ന ബെയിലി പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. 24 ടൺ ഭാരം അതിന് വഹിക്കാൻ കഴിയും എന്ന പ്രത്യേകതയും ബെയിലി പാലത്തിനുണ്ട്. ഈ നീളം കൂടുതലായതുകൊണ്ട് തന്നെ പുഴയ്ക്ക് മധ്യത്ത് ഒരു തൂൺ സ്ഥാപിച്ചുകൊണ്ടാണ് ഇന്നലെ ആ നിർമ്മാണം നമ്മൾ കണ്ടു. പക്ഷേ ഏറ്റവും വെല്ലുവിളിയായത് ആ മഴയായിരുന്നു. വലിയ കനത്ത മഴ ഇന്നലെ ആ പ്രദേശത്ത് പെയ്യുന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി നിന്ന സാഹചര്യം കണ്ടു. പക്ഷെ അപ്പോൾ പോലും സ്വന്തം ജീവൻ അതിൻ്റെ വില മറന്നുകൊണ്ട് രക്ഷാപ്രവർത്തകർ, സൈന്യത്തിനൊപ്പം നിൽക്കുന്ന മറ്റ് സാധാരണ അവരെയൊക്കെ നമ്മൾ കണ്ടു. ഒരു ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് എത്തിക്കുക, എത്രയും പെട്ടെന്ന് അവർക്ക് ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ അവിടെ പ്രവർത്തിക്കുന്ന രക്ഷാദൗത്യ സംഘത്തെ നമ്മൾ അവിടെ കണ്ടു. ഈ മഴ വലിയ രീതിയിൽ അവിടെ പെയ്തില്ലേ? അത് എത്രത്തോളം രക്ഷാദൗത്യത്തെ ബാധിച്ചിരുന്നു അനീഷ്? തീർച്ചയായും ഈ ദുരന്ത ബാധിത പ്രദേശത്ത് ഇപ്പോഴും തുടരുന്ന മഴ, അവിടെ മാത്രമല്ല വയനാട് മേഖലയിൽ പരക്കെയും കഴിഞ്ഞ ഏതാണ്ട് ഉച്ച മുതൽ വീണ്ടും മഴ കനത്ത രീതിയിൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്. കാരണം പുഴയിലെ ജലമൊഴുക്ക് ഏതാണ്ട് ഉച്ചവരെ സാധാരണ രീതിയിലേക്ക് പുഴ തന്നെ സ്ഥലം മാറിയാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ പുഴയുടെ ഒഴുക്ക് ഇന്നലെ ഉച്ചവരെ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിരുന്നു. താൽക്കാലികമായി നിർമ്മിച്ച ഒരു തടിപ്പാലത്തിലൂടെയാണ് രക്ഷാപ്രവർത്തകരും നമ്മളടക്കമുള്ളവരും മറുകരയിലേക്ക് കടന്നത്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ഈ പുഴയുടെ ഭാവം അമ്പയെ മാറുന്ന കാഴ്ച, കലങ്ങി മറിഞ്ഞ വെള്ളമാണ് ഇന്നലെ കുത്തൊഴുക്കിലൂടെ ഈ പുഴയിലൂടെ വരികയും ഈ താൽക്കാലിക തടിപ്പാലം പോലും മുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. കാരണം വീണ്ടും കാട്ടിൽ എവിടെയെങ്കിലും ഒരു മണ്ണിടിച്ചിലുള്ള സാധ്യതകൾ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം കലങ്ങി മറിഞ്ഞ വെള്ളമാണ് ആ പാലത്തിലൂടെ എത്തിയിരുന്നത്. ആ കുത്തൊഴുക്ക് തുടരുന്നത് തന്നെയാണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തെ ഒരു പരിധിവരെ ബാധിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിനെയൊക്കെ അവഗണിച്ച് രക്ഷാപ്രവർത്തകർ ഈ ദൗത്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതല്ലാതെ മറ്റ് വഴികൾ ആ ഭാഗത്തേക്ക് എത്താൻ ഇല്ല. ഈ പതിവ് ദുരന്ത ഭൂമിയിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഈ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തകരെ പോലും അവിടെ അനുവദിക്കാത്ത ഈ ഭക്ഷ്യവിതരണം നൽകുന്ന ആളുകളെയൊക്കെ പലപ്പോഴും കടത്തിവിടാത്തത് വലിയ വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും അത്തരം വാഹനങ്ങളെ പോലും കടത്തിവിടാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട്. കാരണം ഒരു ചെറിയ എസ്റ്റേറ്റ് റോഡിന്റെ സമാനമായ വഴിയാണ് ആ ഭാഗത്തേക്ക് ഉള്ളത്. അതുകൊണ്ട് കുറച്ചധികം വാഹനങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ അത് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ ആകെ ബാധിക്കുന്ന രീതിയിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിക്കേണ്ട വാഹനങ്ങൾ കടത്തിവിടുന്നതിലേക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നു. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകളും മറ്റുമൊക്കെ ഈ സംഭവം അറിഞ്ഞ നിമിഷം മുതൽ തന്നെ അവിടേക്ക് കുതിച്ച് പാഞ്ഞെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആംബുലൻസുകൾ എത്തേണ്ടതില്ല എന്ന ഒരു ഉത്തരവ് പോലും ജില്ലാ കളക്ടർക്ക് ഇറക്കേണ്ടി വന്നു. 25 ആംബുലൻസുകൾ ഒരേ സമയം അവിടെ മതി എന്ന രീതിയിൽ ഉത്തരവ് പോലും ഇറക്കേണ്ടി വന്നു. കാരണം അത്തരത്തിൽ ആംബുലൻസുകളെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാട്ടുപാതയാണ്. അവിടേക്കാണ് ഈ ആർമിയുടെ വലിയ വാഹനങ്ങൾ എത്തുന്നു, ഫയർഫോഴ്സിന്റെ സർവസജ്ജമായ വാഹനങ്ങൾ എത്തുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നു, മറ്റ് ജനപ്രതിനിധികളായ ആളുകൾ ഈ തെരച്ചിലിനെ ഏകോപിപ്പിക്കാനുള്ള മന്ത്രിതല സംഘമൊക്കെ എത്തുമ്പോൾ ഒരു ചെറിയ ഇടത്തിന് പര്യാപ്തമായതിലും അധികം വാഹന പെരുക്കം അവിടെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഒക്കെ ഒരു പരിധിവരെ ഇത്തരം ഈ പുനർ പ്രവർത്തനങ്ങളുടെ ഈ തിരിച്ച് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ആക്കം ചെറിയ തോതിൽ കുറച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് പല കാര്യങ്ങളിലും ഒരു വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. പോലീസും ഈ മോട്ടോർ വാഹന വകുപ്പിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ അകമ്പടി നൽകിയാണ് ഈ പാലം നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ പോലും അവിടുന്ന് എത്തിച്ചത്. വഴികൾ പലയിടങ്ങളിലും ബ്ലോക്കാക്കി അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി പോലും അവിടേക്ക് ഈ വാഹനങ്ങൾ എത്തിക്കാനുള്ള സഹായം നൽകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് എത്രമാത്രം അനിവാര്യമാണ്
ഈ പാലത്തിന്റെ നിർമ്മാണം മുന്നോട്ടുള്ള പോക്കിന് എന്നത് വ്യക്തമാക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. എന്തായാലും ഇന്നും കർശനമായ നിയന്ത്രണങ്ങളാണ് ഈ സ്ഥലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളുടെ വാഹനങ്ങൾ പോലും ആ ഭാഗത്തേക്ക് കടത്തിവിടാത്ത, അതായത് കിലോമീറ്ററുകളോട് സഞ്ചരിച്ചാൽ മാത്രം, നടന്നു പോയാൽ മാത്രം ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. കാരണം രക്ഷാപ്രവർത്തകർക്ക് പോലും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കാരണം അവിടെ ഈ മൃതശരീരങ്ങൾ മണ്ണിനടിയിൽ കിടക്കുന്നതിന്റെ രൂക്ഷമായ ഗന്ധം ഒരു വശത്ത് ഉയരുന്നു, മറുവശത്ത് ഈ സാംക്രമിക രോഗങ്ങളുടെ ഒരു ഭീഷണി. കാരണം ഈ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഉണ്ട്. അവിടെ നിന്നും ഈ മഴ പെയ്യുമ്പോൾ ചെളിയും മഴയും ഈ മൃതദേഹാവശിഷ്ടങ്ങളും താഴേക്ക് ഒഴുകി എത്തുമ്പോൾ അത് ആ മണ്ണിൽ തന്നെ നിലയുറപ്പിച്ചാണ് രക്ഷാപ്രവർത്തകർ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത്തരത്തിൽ അങ്ങേയറ്റം ദുഷ്കരമായ ഒരു ദൗത്യത്തിലേക്ക് കിടക്കുന്നു. എന്നാൽ ആ ദൗത്യത്തിൽ ഒരു ജീവത്തെ തുടിപ്പെങ്കിലും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടോ എന്ന ഒരു ആശങ്ക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കണം, അവിടെ നിന്നും ആശുപത്രിയിൽ എത്തിക്കണം എന്ന രീതിയിലുള്ള ഒരു തെരച്ചിൽ ഇന്നലെ തന്നെ പോലീസും ഈ പട്ടാളം ഒക്കെ അറിയിച്ചത് ഈ എലയുവായ ജീവനോടെയുള്ള ആളുകളെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം ഇനി ദുഷ്കരമാണ്. കാരണം ഇത്രയധികം സമയം കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം, ഒറ്റപ്പെട്ടവർ, വഴിതെറ്റിപ്പോയവർ, കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ രീതിയിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ആ സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നും. കാരണം 400-ലധികം ആളുകളെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ മലയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത്. അവിടെ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്ക് മുകളിലൊക്കെയാണ് ആളുകൾ പലപ്പോഴും കാത്തുന്നത്. ഇന്നലെ തന്നെ ഈ ദുരന്തത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ച ഒരു വീട്ടമ്മ നമ്മോട് പറഞ്ഞത് ഈ ആശങ്ക ഉണ്ട്. കുറെ അധികം ആളുകൾ, അയൽവാസികൾ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് നിൽക്കുകയായിരുന്നു. പിന്നീട് ആ കെട്ടിടം ഒന്നാകെ നിമിഷ നേരം കൊണ്ട് ഒരു ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിച്ചു പോകുന്ന, അവിടെ ഒരു പുക മാത്രം അവശേഷിക്കുന്ന സാഹചര്യം, അതായത് കൺമുന്നിൽ ആളുകൾ ഒഴുകി പോകുന്ന സാഹചര്യം, നിലവിളികൾ അന്തരീക്ഷത്തിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തങ്ങൾ കയറി നിന്ന കെട്ടിടം പൊളിഞ്ഞു വീഴാത്തത് കൊണ്ട് മാത്രം, ആ കെട്ടിടത്തിന് മുകളിലേക്ക് വലിയ ഉരുളുകൾ പതിക്കാത്തത് കൊണ്ട് മാത്രം അത്ഭുതകരമായി തങ്ങൾ ജീവനിൽ രക്ഷപ്പെട്ടതാണ്. പക്ഷേ തങ്ങളുടെ ഉറ്റവർ, അടുത്ത ബന്ധുക്കൾ കൺമുന്നിലൂടെ ഒഴുകി പോകുന്നത് കാത്തു നിൽക്കാൻ മാത്രമാണ് പറ്റിയത് എന്ന് നിറമൊഴികളോടെയാണ് ആ വീട്ടമ്മ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ കൂട്ടമായി ആളുകൾ ചുരുങ്ങിക്കിടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇനിയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥലത്തുള്ളവരെ പോലും ഇപ്പോൾ അവിടേക്ക് എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രാദേശികമായി അറിയാവുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും ഈ സ്ഥലം കണ്ടാൽ മുണ്ടക്കയിൽ ഏത് ഭാഗത്താണ് വീടിരുന്നത്, ആരുടെ വീട് ഏത് ഭാഗത്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അങ്ങേയറ്റം വലിയ രൂപമാറ്റം ആ സ്ഥലത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയാത്ത സാഹചര്യം. ഈ കുളവെവിടെ, തോടെവിടെ, കിണറെവിടെ, സെപ്റ്റി ടാങ്കുകൾ എവിടെയെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം രൂപമാറ്റം വന്ന ഒരു സാഹചര്യമാണ് അവിടങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് അങ്ങേയറ്റം ഈ ദുഷ്കരമായ ഒരു ദൗത്യത്തിന്റെ ദിനമാണ് ഇന്നും ഉണ്ടാവുക. ഇന്ന് കൂടുതൽ ആളുകളെ പുറത്തെത്തിക്കാൻ കഴിയും, ജീവനോടെയോ അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങളോ ഒക്കെ അടക്കം എത്തിക്കാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷയാണുള്ളത്. ഇനിയും ദിവസങ്ങളോളം ഒരുപക്ഷെ നീണ്ടു നിൽക്കുന്ന തെരച്ചിൽ തന്നെ ഈ മേഖലകളിൽ നടത്തേണ്ടി വരും. നമുക്കറിയാം, ചാലിയാർ പുഴയിലൊക്കെ ഇവിടുന്ന് ഒഴുകിയെത്തി ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയും ആ വെള്ളപ്പാച്ചിന്റെ ശക്തിയുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന പുഴയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്.